അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഫൈസൽ മൗലവിയുടെ പെരുന്നാളും ജുമായും ഒരുമിച്ച് വന്നാൽ ജുമ ഒഴിവാക്കാമെന്ന വിചിത്രമായ ഫത്വ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി ഫൈസൽ മൗലവി എയറിലാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞാടുകളും മറ്റുമൊക്കെ ഇതിനെ ന്യായീകരിക്കാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. എന്ത് KNM ഫൈസൽ മൗലവിക്ക് മറുപടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് KNM പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂദാവൂദും ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിലൊക്കെ കാണാൻ സാധിക്കും. ഇതാ രണ്ടാഘോഷങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. അതുകൊണ്ട് ജുമ നമ്മളിവിടെ സംഘടിപ്പിക്കും, പക്ഷേ പങ്കെടുക്കേണ്ടവർ പങ്കെടുത്താൽ മതി. ഇതാണ് ഹദീസിന്റെ കണ്ടന്റ്. അതാണ് ഇതിങ്ങനെ വായിച്ചിട്ട് ഞാൻ പറയാണ് അപ്പൊ ജുമ നിർബന്ധമില്ല. പ്രശ്നത്തിന്റെ മർമ്മതാണ്. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല. വെള്ളിയാഴ്ചയും ജുമ പെരുന്നാൾ ഒന്നിച്ചു വന്നു. ജുമ ഞങ്ങൾ ഇവിടെ നടത്തും, പങ്കെടുക്കേണ്ടവർ പങ്കെടുത്തോളി, അല്ലാത്തൊരു പങ്കെടുക്കണമെന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഹദീസിന്റെ റിപ്പോർട്ട് പദങ്ങൾ, അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റ് ഹദീസുകൾ വായിക്കുകയും ഇതിന്റെ തന്നെ ശറഹ് വായിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അന്ന് മദീനയിൽ ഒറ്റ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന്, ഉയർന്ന മലഞ്ചെരുവുകളിൽ നിന്ന്, വാദികളിൽ നിന്നൊക്കെ സ്വഹാബികൾ കഷ്ടപ്പെട്ട് പെരുന്നാൾ നമസ്കാരത്തിന് മദീനയിലെത്തുമായിരുന്നു. അവർ ഇനി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് ആ പൊരി വെയിലത്തൂടെ ആ മരുഭൂമി ഇങ്ങോട്ട് തന്നെ താണ്ടേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ കോട്ടപ്പടി പള്ളിന്റെ അപ്പുറത്ത് താമസിക്കുന്ന സീതലവിക്ക് ജുമാ നിസ്കാരം നിർബന്ധമില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. മണാലികളിൽ താമസിക്കുന്ന ആളുകൾക്ക് വരണമെന്നില്ല, അവർ വീട്ടിൽ വെച്ച് ദുഹ്ർ നമസ്കരിക്കട്ടെ. എന്നാൽ ഞാനിവിടെ ജുമാ നമസ്കരിക്കുന്ന നടത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മറ്റാരും വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആരെ വെച്ചിട്ടാ നടത്തുക? അത് ഫൈസൽ മൗലവിക്കിനോടാണ് ചോദിക്കുന്നത്. ജുമാ നടത്തൽ നിർബന്ധമാണ്, പക്ഷെ നിങ്ങളാരും പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജുമാ നടത്താൻ 40 ആൾ വേണ്ടേ? ജുമാ നടത്താൻ നിശ്ചിത ആളുകൾ വേണ്ടേ? ആരെ വെച്ചിട്ടാണ് നടത്തുക? അത് ഫൈസൽ മൗലവിയോടുള്ള ചോദ്യമാണ്. അതിന് മറുപടി ഫൈസൽ മൗലവി തന്നെ കൊടുക്കണം. അപ്പോൾ ഇത് KNMൻ്റെ വിശദീകരണമാണ്. KNM എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക KNM, CD ടവർ. നമ്മുടെ അനീഫ് കായക്കൊടിയുടെയും അനസ് മൗലവിയുടെയൊക്കെ ഗ്രൂപ്പ്, അദ്ദേഹമാണ് ഈ വിശദീകരണം നടത്തിയിട്ടുള്ളത്. മർക്കസുദ്ദാവ വിഭാഗത്തിൻ്റെ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്താണ് അഭിപ്രായമെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. കാരണം ഇതിങ്ങനെ തന്നെ വരുള്ളൂ. ഇത് ഇവർക്ക് പല ആളുകൾക്കും പല അഭിപ്രായമാണ്. കാരണം ഒരു ഹദീസ് എടുത്തു വെച്ചിട്ട് അതിനെ എങ്ങനെയാണ് ഇമാമുകൾ വിശദീകരിച്ചത് എന്ന് നോക്കിയിട്ട് അതുപോലെ അമല് ചെയ്യലാണ് പാരമ്പര്യ മുസ്ലിങ്ങളുടെ രീതി. ഇതിൽ നിന്ന് വിഘാതമായി സ്വന്തം ഇജ്തിഹാദ് ചെയ്ത് സ്വന്തം ഗവേഷകനായി ചമഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഒരു ഹദീസ് വെച്ചിട്ട് അതിൽ നിന്ന് ഹുക്മ് നിർദ്ധാരണം ചെയ്യാൻ തുനിഞ്ഞാൽ ഇതും ഇതിലപ്പുറവും സംഭവിക്കും. ഇവർക്ക് ഈ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, എത്ര വിഷയങ്ങൾ സാധാരണക്കാർ പോലും മൂക്കത്ത് കൈവച്ച് പോകും. കീവാഴു ഒച്ചത്തിൽ പോയാൽ മാത്രമേ വുളു മുറിയുള്ളൂ എന്നാണ് ഇവരുടെ ഒരു ഫത്വ. കീവായു പോയാൽ വുളു മുറിയില്ല, അത് ഒച്ചത്ത് പോകണം. ശബ്ദമില്ലെങ്കിൽ വുളു മുറിയില്ല. അതുപോലെ തന്നെ ഖലാ വീട്ടണ്ട. ഖലാ എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ല. നിസ്കാരം ഖലായിപ്പോയി ഖലാ വീട്ടണ്ട. ഇതാണ് മുജാഹിദികളുടെ മറ്റൊരു ഫത്വ. മറ്റൊന്ന്, ഭക്ഷണം തളിക ബാങ്ക് കൊടുത്താൽ, സുബൈക്ക് ബാങ്ക് കൊടുത്താലും നോമ്പിന് മുന്നിൽ വെച്ച പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കാം. ഇതാണ് ഒരു ഫത്വ. ഇങ്ങനെ സാധാരണക്കാരായ ആളുകൾ പോലും, എന്തിനേറെ ചെറിയ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അന്തം വിട്ടു പോകുന്ന, അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള വിചിത്രമായ ഫത്വകൾ സ്വന്തം ഗവേഷണം ചെയ്ത് കണ്ടെത്തി ജനങ്ങൾക്കിടയിൽ സ്പ്രെഡ് ചെയ്യാം. ഇത് കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ചല്ല, സുന്നികളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം മറ്റൊന്നുമില്ല. അവർക്ക് കൃത്യമായൊരു മൻഹജുണ്ട്.
കൃത്യമായ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ച് തന്നത് ഉസ്താദുമാർ വിശദീകരിക്കും. അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്തത്. പക്ഷേ ഈ മുജാഹിദ് അണികളുടെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് നോക്കൂ നിങ്ങൾ, ഏത് പറയണതാണ് ഇപ്പോൾ ഏത് ഒരു മുജാഹിദ് അവൻ ഏതാണ് അംഗീകരിക്കുക? ഈ പറഞ്ഞതാണോ അംഗീകരിക്കുക? ഫൈസൽ മൗലവി പറഞ്ഞതാണോ അംഗീകരിക്കുക? ഇതുപോലെ ഏതൊരു വിഷയം എടുത്ത് നോക്കിയാലും 2, 3, 4 അഭിപ്രായം, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം, ഒരു സംഘടനയിൽ തന്നെ 4 അഭിപ്രായം. ഇങ്ങനെ എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് കൃത്യമായി നിർവചിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ലോക മുസ്ലിങ്ങൾ മുഴുവൻ ശിർക്കാക്കിയത്. ഇതന്നല്ലേ അതിൻ്റെ അവസ്ഥ. ശിർക്ക് പറയുന്നിടത്തും തൗഹീദ് പറയുന്നിടത്തും ഒക്കെ സ്വന്തം ഗവേഷണങ്ങൾ. ഇമാമുമാർ എന്തു പറഞ്ഞു, എന്ത് വിശദീകരിച്ചു, ഇതൊന്നും നോക്കാതെ ഒരു ഹദീസ് എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു ആയത്ത് എടുത്ത് വെച്ച് അത് മുശ്രിക്കീങ്ങൾക്ക് മേലിറങ്ങിയ ആയത്ത് അത് നേരെ മുസ്ലിങ്ങളുടെ മേൽ ചുമത്തുക, ചാർത്തുക, എന്നിട്ട് അവരെ മുഷിക്കാക്കുക. ഈ മസല തെറ്റുന്നത് പോലെ നിസ്സാരമായ വിഷയമാണത്. മുസ്ലിങ്ങൾ മുഴുവൻ കാഫറാക്കുക. ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മുജാഹിദുകൾ, സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ്, നിങ്ങൾ സമസ്തയ്ക്ക് വരണമെന്ന് ഞങ്ങൾ പറയണില്ല. സമസ്തയ്ക്ക് വരാൻ നിങ്ങൾക്കൊരു മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ സമസ്തയ്ക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറയുന്നില്ല. മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു മദ്ഹബ് അനുസരിച്ച് ജീവിച്ചാൽ മതി. ഷാഫി മദ്ഹബ് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഷാഫികളാണ്, നമ്മൾ ഷാഫി മദ്ഹബിലെ ശരിയാകുള്ളൂ എന്ന് പറയില്ല. 4 മദ്ഹബ്, ആ 4 മദ്ഹബിൽ നിന്ന് ഏതെങ്കിലും ഒരു മദ്ഹബ് അനുസരിച്ച് ജീവിച്ചാൽ അതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിൻ്റെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് അതിൻ്റെ മൻഹജ് എന്താണ്, ഓരോ വിഷയങ്ങളും വളരെ മൈന്യൂട്ടായ വിഷയങ്ങൾ പോലും പണ്ഡിതന്മാർ കൃത്യമായിട്ട് അതിൻ്റെ ഹുക്കുമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അറബി കിതാബുകൾ വായിക്കാൻ അറിഞ്ഞാൽ മതി. എന്നാൽ തന്നെ അവനക്ക് കൃത്യമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ കൃത്യമായ ദീനിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി, അതും അഗ്രേസരരായ വളരെ അധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയ യോഗ്യരായ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ ജീവിതം മുഴുവൻ ഈ ദീനിൻ്റെ മാർഗത്തിൽ, വൈജ്ഞാനിക മാർഗത്തിൽ മാറ്റിവെച്ച പണ്ഡിതന്മാർ, അവർ പർവ്വത സമാനങ്ങളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ തർജീഹിനും അതുപോലെ തന്നെ നിർദ്ധാരണം ചെയ്യാനും ഇസ്തിംബാത്തിനുമൊക്കെ യോഗ്യരായ പണ്ഡിതന്മാർ, അവർ രേഖപ്പെടുത്തി വെച്ച ഹുക്കുമുകൾ അതനുസരിച്ച് അമല് ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മുന്നിലുള്ള വഴി. ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഒരു ഹദീസ് കാണുമ്പോൾ അതിൻ്റെ ബാക്കിൽ എന്താണുള്ളത്, അതിൻ്റെ ഷറഹിൽ എന്താണുള്ളത്, അതിന് ഇമാമുമാർ എങ്ങനെയാണ് വിശദീകരിച്ചത് എന്ന് നോക്കണം എന്നാണ് ഒരു മുജാഹിദ് പണ്ഡിതൻ അദ്ദേഹം പോലും പറഞ്ഞത്. ഫൈസൽ മൗലവിക്ക് മറുപടി കൊടുക്കാനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എങ്കിലും ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം അടക്കമുള്ള മുജാഹിദുകൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ തർക്കത്തിന് വഴിയില്ല, തർക്കത്തിനോ വിതർക്കങ്ങൾക്കോ യാതൊരു വഴിയുമില്ല. അതുകൊണ്ടാണ് സുന്നികൾക്കിടയിൽ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തത്. ഓരോ മദ്ഹബും ആ മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് നമുക്ക് അമലുകളെ ചിട്ടപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ മുജാഹിദിൻ്റെ പ്രവർത്തകർ ഇനിയും വൈകിയിട്ടില്ല, നിങ്ങൾക്ക് തിരിച്ചു വരാം. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.